പശ്ചിമേഷ്യ വിറപ്പിച്ചുകൊണ്ട് യുദ്ധം നീണ്ടുപോകുമ്പോൾ രണ്ട് നിർണായക കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ യുദ്ധം അവിടെ സൈനികമായിട്ടും സാമ്പത്തികമായിട്ടും വലിയ രീതിയിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ, മറുവശത്ത് ഇറാനിലെ ജനത ഒന്നടങ്കം പറയുന്ന കാര്യം വളരെ സെൻസിറ്റീവായിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ്. അതായത് അവരുടെ പരമോന്നത നേതാവിനെ കൊന്നവർക്കെതിരെ നടപടി സ്വീകരിക്കും, അവരെയും കൊല്ലും എന്ന് പറഞ്ഞുകൊണ്ട് ആ ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്ന കാഴ്ചയാണ് വരുന്നത്. ഇത് വി വിൽ കിൽ എന്നും പറഞ്ഞിട്ട് ഒരു വലിയൊരു ബാനറൊക്കെ പിടിച്ച് തെരുവുകളിൽ ഈ അയത്തുള്ള അലി ഖംനയുടെ വിലാപയാത്രയിൽ നിരവധി ജനങ്ങളായിരുന്നു കണ്ണീരിൽ ഈ വി വിൽ കിൽ എന്നും പറഞ്ഞിട്ട് ട്രംപിൻ്റെ ഫോട്ടോയുമായിട്ട് പങ്കെടുത്തത്. അപ്പോൾ അവർ പറയുന്ന ഒരു കാര്യം, ഇസ്രയേൽ പ്രധാനമന്ത്രിയെയും അമേരിക്കൻ പ്രസിഡന്റിനെയും ഒരേപോലെ ഞങ്ങൾ തീർക്കും എന്നുള്ള കാര്യമാണ്. അതിൽ ട്രംപിൻ്റെ മുഖമാണ് ഏറ്റവും കൂടുതൽ വന്നത്. ഒരു ഹിറ്റ് ലിസ്റ്റ് തന്നെ അവിടുത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ആ ഒരു ഹിറ്റ് ലിസ്റ്റിൽ 13 പേരടങ്ങുന്ന നേതാക്കളുണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 പേരുകൾ ഈ പറയുന്ന നെതന്യാഹുവിൻ്റെയും ട്രംപിൻ്റെയുമാണ്. എന്തായാലും യുദ്ധ സാഹചര്യങ്ങൾ അതീവമായിട്ട് ഗുരുതരമായിട്ട് പോകുന്നതിനിടെയാണ് വെറും ഒരു നയതന്ത്ര ഭീഷണിക്കപ്പുറം US പ്രസിഡന്റിനെ കറുത്ത ശവപ്പെട്ടിയിൽ കിടത്തിയിരിക്കുന്ന രീതിയിലുള്ള ഒരു ഭീമൻ പ്രൊപ്പഗണ്ട ബിൽ ബോർഡുകൾ ഇറാനിൽ പരസ്യമായിട്ട് സ്ഥാപിച്ചിരിക്കുന്നത്. ഇറാന്റെ തലസ്ഥാനമായിട്ടുള്ള ടെഹ്റാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചതുരത്തിൽ പ്രത്യക്ഷപ്പെട്ട ഈ ഒരു വിവാദ ബോർഡ് പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ ഗതി പൂർണ്ണമായിട്ടും മാറ്റി മറിച്ചിരിക്കുകയാണ്. അവിടുത്തെ ഓരോ ചുവരുകളിലും ട്രംപിനെ കൊല്ലണം, ട്രംപിനെ ഞങ്ങൾ തീർക്കും, അതാണ് ഞങ്ങളുടെ ആവശ്യം എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി വെച്ചിരിക്കുകയാണ്. അതായത് ഓരോ നിമിഷവും അവർ ചിന്തിക്കുന്ന കാര്യം എങ്ങനെ ട്രംപിനെ കൊല്ലാം എന്നുള്ളതാണ്. യുദ്ധത്തിൻ്റെ കാഠിന്യം അത്രത്തോളം എത്തിയിരിക്കുന്നു. അവിടുത്തെ IRGCയും ഭരണകൂടവും മാത്രമല്ല, ഓരോ ജനങ്ങളും ട്രംപിനെയും നെതന്യാഹുവിനെയും വധിക്കണം എന്ന് പറഞ്ഞ് രംഗത്തെത്തുമ്പോൾ ഈ പറയുന്ന ജനത അവിടുത്തെ പരമാധികാരം കാത്തു സൂക്ഷിക്കുന്നതിനും അവിടുത്തെ ഭരണകൂടത്തിനൊപ്പം നിൽക്കുന്നത് നമ്മൾ കാണുകയാണ്. ഒരു രാജ്യത്തിൻ്റെ ഭരണ തലവനെതിരെ ഇറാൻ സൈന്യം പരസ്യമായിട്ട് ഉയർത്തിയ ഒരു വധഭീഷണിക്ക് പിന്നാലെ യഥാർത്ഥ കാരണങ്ങളും അതിൻ്റെ ഭീകരമായിട്ടുള്ള ആഗോള പ്രത്യാഘാതങ്ങളുമാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അതായത് ടെഹ്റാനിലെ അതീവ സുരക്ഷിത മേഖലയായിട്ടുള്ള എൻഗ്ലാബാബ് സ്ക്വയറിലാണ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്പസിൻ്റെ പൂർണ്ണ മേൽനോട്ടത്തിൽ ഈ ഒരു ഭീമൻ ഹോർഡിംഗ് സ്ഥാപിച്ചിരിക്കുന്നത്. ഒരു കറുത്ത ശവപ്പെട്ടിയിൽ കണ്ണുകളടച്ച് വിരലുകൾ ചുവന്ന ടൈക്ക് മുകളിൽ വെച്ച് മരിച്ച നിലയിൽ കിടക്കുന്ന ഡൊണാൾഡ് ട്രംപിൻ്റെ ചിത്രമാണ് ഇതിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. അതൊരു ഭീമാകാരം ഒരു ഫോട്ടോയാണ് ആ ഒരു ചുവരിൽ കാണാൻ സാധിക്കുന്നത്. ആഗോള മാധ്യമങ്ങളുടെ ശ്രദ്ധ ആകർഷിച്ച് ഈ ശവപ്പെട്ടിക്ക് മുകളിലായി പേർഷ്യൻ ഭാഷയിലും ഇംഗ്ലീഷ് ഭാഷയിലും വലിയ അക്ഷരങ്ങളിൽ ഞങ്ങൾ ട്രംപിനെ കൊല്ലും, വി വിൽ കിൽ ട്രംപ് എന്ന് ഗ്രാഫിറ്റി ശൈലിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ഒറ്റ കാര്യമാണ് അവിടുത്തെ ജനങ്ങൾക്കും ഭരണകൂടത്തിനും IRGCക്കും എല്ലാവർക്കും പറയാനുള്ളത്, ഞങ്ങൾ ട്രംപിനെ കൊല്ലും, ഞങ്ങളുടെ പരമോന്നത നേതാവിൻ്റെ വധത്തിന് അല്ലെങ്കിൽ ആ വധിച്ചതിൻ്റെ അതിന് പകരം ഞങ്ങൾ ചോദിക്കും, അതിന് ഞങ്ങൾ പകരം വീട്ടിയിരിക്കും എന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റിനെ ലോകത്തിന് മുന്നിൽ അപമാനിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇറാൻ ഈ ഒരു സൈബർ ഗ്രാഫിക് പ്രൊപ്പഗണ്ട ഇറക്കിയിരിക്കുന്നത്. ഈ ഭീമൻ ബിൽ ബോർഡിന്റെ താഴെയായിട്ട് കഴിഞ്ഞ ഫെബ്രുവരി 28-ന് അമേരിക്കയും ഇസ്രയേലും സംയുക്തമായിട്ട് നടത്തിയ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന അയത്തുള്ള അലി ഖംനയുടെ ചിത്രവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തങ്ങളുടെ ആത്മീയ നേതാവിന്റെ കൊലപാതകത്തിന് ട്രംപിനോട് നേരിട്ട് പകരം ചോദിക്കുമെന്ന പുതിയ പരമോന്നത നേതൃത്വത്തിന്റെ കടുത്ത പ്രതിജ്ഞയാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. കൂടാതെ തെക്കൻ ഇറാനിലെ മിനാബ് നഗരത്തിൽ US മിസൈലുകൾ പതിച്ച് ദാരുണമായി കൊല്ലപ്പെട്ട സ്കൂൾ കുട്ടികളുടെയും സാധാരണക്കാരുടെയും ചിത്രങ്ങളും ഈ ഒരു ബിൽ ബോർഡിൽ രക്തസാക്ഷികൾ എന്ന പേരിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അവിടുത്തെ ജനങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, അതായത് ഈ പറയുന്നത് പോലെ തന്നെ യാതൊരു രീതിയിലും പിന്നോട്ടില്ല, യുദ്ധം കൊണ്ട് മുന്നോട്ട് പോകും. അവരുടെ ഭരണാധികാരിയെയും അവിടുത്തെ IRGC എല്ലാം വിശ്വസിച്ച് പൂർണ്ണമായിട്ടും നെതന്യാഹുവിനെയും ട്രംപിനെയും കൊല്ലാനുള്ള ഒരു നീക്കത്തിലേക്ക് അവർ പോകും. അതാണ് അവരുടെ വിശ്വാസവും. തങ്ങളുടെ രാജ്യത്തുണ്ടായ എല്ലാ നാശനഷ്ടങ്ങൾക്കും കാരണം ട്രംപിന്റെ കടുത്ത സൈനിക നയങ്ങളാണെന്ന് വരുത്തി തീർക്കാനാണ് ഇറാൻ പറയുന്നത്. അതായത് ഈ വിവാദ ബോർഡ് പ്രത്യക്ഷപ്പെട്ടതിന് തൊട്ട് പിന്നാലെ അമേരിക്കൻ സെൻട്രൽ കമാൻഡ് ഇറാന്റെ പ്രധാന തുറമുഖ നഗരങ്ങളായിട്ടുള്ള ബന്ദർ അബ്ബാസ്, കെഷം, ബുഷേർ എന്നിവയ്ക്ക് നേരെ കനത്ത ബോംബാക്രമണം അഴിച്ചുവിട്ടിരുന്നു. തനിക്കെതിരെ ഉയർന്ന വധഭീഷണികളെ സൈനിക ബലം കൊണ്ട് അടിച്ചമർത്താനാണ് ഡൊണാൾഡ് ട്രംപ് ഇതിലൂടെ ശ്രമിക്കുന്നത്. എന്നാൽ അമേരിക്കയുടെ ഈ ഒരു ബോംബാക്രമണങ്ങൾക്ക് മറുപടിയായിട്ടാണ് ഇറാൻ തങ്ങളുടെ അത്യാധുനിക സോളിഡ് ഫ്യൂവൽ ബാലിസ്റ്റിക് മിസൈലുകളായ ഖൈബർ ഷെയ്ഖാൻ,
സോൾഫോ വക്കാർ എന്നീ ഒന്നിനു പുറകെ ഒന്നായിട്ട് US താവളങ്ങൾക്ക് നേരെ വിക്ഷേപിച്ചത്. ഖത്തറിലെ അൽ ഉദൈദ് വ്യോമ താവളത്തിലേക്കും ബഹറിലെ 5th ഫ്ലീറ്റിന്റെ നാവിക ആസ്ഥാനത്തേക്കും ഈ മിസൈലുകൾ കൃത്യമായിട്ട് പതിക്കുകയായിരുന്നു. അൽ ഉദൈദ് താവളത്തിലെ വിമാന ഹങ്കറുകൾക്കുള്ളിൽ പാർക്ക് ചെയ്തിരുന്ന അമേരിക്കയുടെ 5 F-35 യുദ്ധവിമാനങ്ങളും B-52 ബോംബർ വിമാനങ്ങളും ഇറാന്റെ മിസൈൽ പ്രഹരത്തിൽ പൂർണ്ണമായിട്ടും ചാരമായി മാറുകയും ചെയ്തു. ഇവിടെ മാത്രം 32 US സൈനികർ കൊല്ലപ്പെടുകയും 100-ലധികം പേർ ഗുരുതരമായിട്ട് പരിക്കേൽക്കുകയും ചെയ്യുന്ന ഒരു കാര്യം കൂടി ഈ പെന്റഗൺ ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിക്കുന്നുണ്ട്. എന്തായാലും തങ്ങളുടെ പരമോന്നത നേതാവ് കൊല്ലപ്പെട്ടതിന് കാരണം ട്രംപ് ആണെന്ന് അവർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് പരമോന്നത നേതാവിൻ്റെ രക്തസാക്ഷികൾ അല്ലെങ്കിൽ ആ ഒരു മരണം രക്തസാക്ഷി എന്ന് പറഞ്ഞുകൊണ്ട് ഈ രീതിയിൽ ട്രംപിനെ കൊല്ലുന്ന രീതിയിലേക്കുള്ള മുദ്രാവാക്യങ്ങളാണ് അവിടുത്തെ ജനം ഒന്നടങ്കം പറയുന്നത്, അല്ലെങ്കിൽ വിളിച്ചു കൂവുന്നത്, തെരുവിലിറങ്ങുന്നത്. അവരുടെ ഉള്ളിലുള്ള രോക്ഷം എന്ന് പറയുന്നത് ട്രംപിനെ കൊല്ലണം എന്ന് തന്നെയാണ്. ആ ചുവരുകളിൽ അവർ എഴുതുമ്പോൾ അവരുടെ മക്കളും പരമോന്നത നേതാവും മറ്റു നേതാക്കളും എല്ലാം കൊല്ലപ്പെട്ടത് ഈ ട്രംപിന്റെ സൈനിക നടപടിയിലൂടെയാണ് എന്നുള്ളത് അവർക്കറിയാം. അതുകൊണ്ട് ട്രംപിനെ വധിക്കാൻ വേണ്ടിയിട്ട് അവർ ഇനി മുന്നും പിന്നും നോക്കാതെ വേണ്ട കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഈ പറയുന്ന ഒരു വലിയ ഭീമാകാരമായിട്ടുള്ള ഒരു ഫ്ലെക്സ് അല്ലെങ്കിൽ ഒരു ചുവർ ചിത്രം എന്ന് പറയുന്നത്. എന്തായാലും ഈ ഭൂമുഖത്ത് നിന്ന് തന്നെ പൂർണ്ണമായിട്ട് തുടച്ചു നീക്കുമെന്ന് ട്രംപ് വൈറ്റ് ഹൗസിൽ നിന്ന് കടുത്ത മുന്നറിയിപ്പ് ഇറാന് നൽകുമ്പോഴും ഇറാനിൽ അങ്ങനെയല്ല അവസ്ഥ. ഈ കടുത്ത വ്യക്തിപരമായിട്ടുള്ള വധഭീഷണിയും മിസൈൽ ആക്രമണങ്ങളും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ചർച്ചകളുടെ എല്ലാ വാതിലുകളും എന്നേക്കുമായിട്ട് അടച്ചിരിക്കുകയാണ്. സ്വന്തം പ്രസിഡന്റിന്റെ സുരക്ഷയെ ബാധിക്കുന്ന വിഷയമായതിനാൽ അമേരിക്കൻ സൈന്യം ഇറാന്റെ ആണവ നിലയങ്ങൾക്ക് നേരെ നേരിട്ടുള്ള ഒരു സമ്പൂർണ്ണ വ്യോമാക്രമണത്തിന് വരും മണിക്കൂറുകളിൽ മുതിർന്നേക്കാം എന്നുള്ളതും കൂടിയുണ്ട് കേട്ടോ. ഈ ഒരു പശ്ചിമേഷ്യ ഒരിക്കലും അവസാനിക്കാത്ത ഒരു ആഗോള യുദ്ധത്തിലേക്ക് തള്ളിവിടും. ഒന്നാമത്തെ കാര്യം, ഈ കടൽ മാർഗമുള്ള ഉപരോധങ്ങളും മിസൈൽ വർഷങ്ങളും കാരണം ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണപാതയായിട്ടുള്ള ഹോർമുസ് കടലിടുക്ക് ഏതാണ്ട് പൂർണ്ണമായിട്ടും അടഞ്ഞു കിടക്കുകയാണ്. ഇതിനിടയിലാണ് അവിടെ വലിയ ജനരോഷം ഉണ്ടാവുന്നത്, ട്രംപിനെ കൊല്ലണമെന്ന് പറയുന്നത്. ഒന്നാമത്തെ കാര്യം, ട്രംപിന് ഈ മരണഭയം കൊണ്ട് തന്നെയാണ് പല ടൈമിലും പല കാര്യങ്ങൾ വിളിച്ചു പറയുന്നത്. ഇനി മാത്രമല്ല, ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും സുരക്ഷിതരല്ല എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാവുന്നതാണ്. കാരണം ഈ പറയുന്ന ട്രംപിന്റെ മകന്റെ കല്യാണത്തിന് ട്രംപിന് പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. മകളെ പിന്തുടരുന്ന കാഴ്ച, അങ്ങനെ ട്രംപിന്റെ വൈറ്റ് ഹൗസിൽ വെടിയുതിർക്കുന്നു. ഇതൊക്കെ സുരക്ഷാ വീഴ്ചയുടെ ഭാഗമായിട്ട് നടന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ട്രംപിനിടയിൽ നടക്കുന്നത് കൊണ്ട് തന്നെ ഇത്തരം ജനങ്ങൾ ഒരുമിച്ച് ട്രംപിനെ കൊല്ലണം എന്ന് പറയുന്നത് അവർക്ക് കുറച്ചുകൂടി ഒന്ന് ഭീതിയിലാഴ്ത്തുന്നുണ്ട്. കാരണം ഈ പറയുന്ന സുരക്ഷാ വീഴ്ചകളൊക്കെ മുൻനിർത്തിയാണ് ട്രംപ് ഇതിനെ നോക്കിക്കാണുന്നത്, അല്ലെങ്കിൽ ഈ അമേരിക്കൻ ഭരണകൂടം അവരുടെ സൈനികരൊക്കെ ഇതിനെ നോക്കിക്കാണുന്നത്. ഇതിനിടയിലാണ് പുതിയ പ്രതികാര പ്രഖ്യാപനം കൂടി വന്നത്. അങ്ങനെ വലിയ പ്രതിസന്ധിയാണ് ട്രംപിനുണ്ടാകുന്നത്. എന്തായാലും ഈ യുദ്ധം കൊണ്ട് ട്രംപിന് വരുത്തി വെക്കുന്നത് വലിയ നാശനഷ്ടം തന്നെയാണ്. ഒരു ജനത മുഴുവൻ ട്രംപിന്റെ ശത്രുക്കളായിട്ട് മാറിയിരിക്കുന്നു. സൈനികരെ തോൽപ്പിച്ചത് കൊണ്ടോ അവിടുത്തെ നേതാക്കളെ വധിച്ചത് കൊണ്ടോ അവിടുത്തെ ജനങ്ങളെ ഒന്നും തന്നെ ചെയ്യാൻ കഴിയുന്നില്ല എന്നതല്ല, അവരെ പൂർണ്ണമായിട്ടും പിടിച്ചടക്കാൻ ട്രംപ് പറഞ്ഞതുപോലെ കഴിയുന്നില്ല. ഹോർമുസ് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. അത്രയേറെ പ്രഹരം ട്രംപിന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഈ ഹോർമുസ് വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ, അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില ഏറ്റവും വലിയൊരു നിരക്കിലേക്ക് എത്തിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. മാത്രമല്ല, അത് പല രാജ്യങ്ങളെയും സാമ്പത്തികമായിട്ട് വലിയ രീതിയിൽ തന്നെ ബാധിക്കുന്നു. ഇനി ഇന്ധനക്ഷാമം ഉണ്ടാവുകയും ചെയ്യാം. ഒരുപക്ഷെ ഇറാന്റെ തന്ത്രപ്രധാന സഖ്യകക്ഷികളായ റഷ്യയും ചൈനയും അമേരിക്കയുടെ കടുത്ത സൈനിക നീക്കങ്ങളെ ശക്തമായിട്ട് അപലപിക്കുന്നുണ്ട് എങ്കിലും ട്രംപിനെതിരെയുള്ള ഇറാന്റെ പരസ്യമായിട്ടുള്ള വധഭീഷണിയെ പൂർണ്ണമായിട്ടും പിന്തുണയ്ക്കാൻ അവർക്കും കഴിയുന്നില്ല. എങ്കിലും ഇറാനെ പൂർണ്ണമായിട്ട് തകർക്കാൻ അമേരിക്ക മുതിർന്നാൽ റഷ്യ സൈനികമായിട്ട് ഇടപെടാനും സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ തന്നെ റഷ്യയുടെ ഒരു രഹസ്യ യുദ്ധവിമാനമൊക്കെ ടെഹ്റാനിലുണ്ട്. അപ്പോൾ ഇനി യുദ്ധം കടുത്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും റഷ്യ സൈനികപരമായിട്ടും അല്ലാതെയൊക്കെ തന്നെ കൂടുതലായി സഹായിക്കും. നിലവിൽ സഹായിക്കുന്നില്ല എന്നല്ല, സഹായിക്കുന്നുണ്ടെങ്കിലും കുറച്ചുകൂടി കാര്യങ്ങൾ വേഗത്തിലാക്കാനും ഈ ആക്രമണത്തിൽ വലിയ നേട്ടം കൈവരിക്കാനും വേണ്ടിയിട്ട് ഇറാനെ ഒന്നുകൂടി പുറത്ത് നിന്നുകൊണ്ട് സഹായിക്കുമെന്നതാണ് മറ്റൊരു കാര്യം. എന്തായാലും ഇപ്പോൾ ചൈനയും ഈ ഒരു കാര്യത്തിൽ ഇടപെടുന്നുണ്ട്. അങ്ങനെ വലിയ രീതിയിലുള്ള ഇടപെടലുകളൊക്കെ നടക്കുന്നതിന് ഇടയിലാണ് ഈ ജനങ്ങളുടെ തീരുമാനം ഒന്നിച്ച് അല്ലെങ്കിൽ അവർ ഒരുമിച്ച് പറയുന്നത്. എന്തായാലും ട്രംപ് ശവപ്പെട്ടിയിൽ കിടക്കുമെന്നുള്ള കാര്യമാണ് അവർ ഒന്നിച്ച് പറയുന്നത്. അതിനർത്ഥം ട്രംപിനെ ഏത് നിമിഷവും വധിക്കാം എന്നത് തന്നെയാണ്.